ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ചോറിന് മീനെല്ലാം കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. മീൻ കിട്ടിയാലല്ലേ നമുക്ക് ചോറുണ്ണാനായിട്ട് ഒരു രസം ഉണ്ടാവുകയുള്ളൂ. വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് വിവേകാണെങ്കിൽ സമാധാനമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് വർഷയെ കാണാനായിട്ട് വരുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് വിവേകാണെങ്കിൽ അവരോടെല്ലാവരോടും അറിയിക്കുന്നത്. അതായത് എത്രയും വേഗം തന്നെ ആർച്ചമോളെ കണ്ടെത്തണം. എവിടെയാണെന്നൊന്നും അറിയില്ല, പക്ഷേ എത്രയും വേഗം തിരഞ്ഞു പിടിച്ച് ആർച്ചമോളെ കൊണ്ടുവരും. അതിപ്പോൾ വിവേകിൻ്റെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. വർഷയുടെ അടുക്കിലേക്ക് ആർച്ചമോളെ കൊണ്ടുവരുമെന്ന് വാക്കൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഇറങ്ങുന്ന സമയത്ത് സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ശരത്തും ആരതിയും കൂടെ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. വർഷ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത്രയൊക്കെ റിക്കവറി അവൾക്കുണ്ടായില്ലേ? വിവേക് പറയുന്നുണ്ട്, എവിടെ പോയാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല. വർഷയുടെ കാര്യം ഓർത്തിട്ട് ആകെ ടെൻഷനുണ്ട്. സത്യത്തിൽ എൻ്റെ ജീവനാണ് ഇവിടെ കിടക്കുന്നത്. ആ ജീവനെ നോക്കേണ്ടത് എൻ്റെ കടമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സമാധാനക്കേടുണ്ട്. അതിയിട്ട് അവർ പറയുന്നുണ്ട്, എന്തിന് വിഷമിക്കണം, അവൾ എത്രയും വേഗം തന്നെ വിവേകിൻ്റെ ജീവിതത്തിലേക്ക് വരും. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നതെന്നൊക്കെ അവൻ അറിയിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം യാത്ര പറഞ്ഞിട്ട് വിവേകാണെങ്കിൽ അവിടുന്ന് പോകുന്നു. രാവിലെ ശിവയാണ് വർഷയെ തുടയ്ക്കുന്നത്. വർഷയെ മൊത്തം ക്ലീൻ ആക്കുന്നത് അവൾ തന്നെയാണ്. അതേസമയം അഭിരാമിയാണെങ്കിൽ ഇന്നലത്തെ കേക്ക് കഴിച്ചതിൻ്റെ ഹാങ് ഓവറിൽ ഇതുവരെ എഴുന്നേറ്റിട്ടുമില്ല. കേക്കിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ. അതേസമയം ശിവയാണ് ചായ ഇടുന്നത്. ചായ ഇട്ടിട്ട് ശിവ കൊണ്ടുവരുന്നു. എന്നിട്ട് അഞ്ജുവിനോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യൂ, വേഗം ചായ ഒടിച്ചിട്ട് നീ പോയി റെഡിയാക്. ജോലിക്ക് പോകേണ്ടതല്ലേ, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളെല്ലാവരും വർഷയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. ഇവളിതുവരെ എഴുന്നേറ്റിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അഭിരാമിയെ ചൂണ്ടിയിട്ട് അഞ്ജു പറയുന്നുണ്ട്, ഇല്ല, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എന്താണെന്ന് അറിയില്ല, ഉറക്കം പിടിച്ചിട്ടുണ്ടാകും. എന്നാലൊരു കാര്യം ചെയ്യും, നമുക്ക് ഇവളെ എത്രയും വേഗം തന്നെ ഇവിടുന്ന് തട്ടി വിളിപ്പിക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് വിളിക്കാനായിട്ടോ. പക്ഷെ അഭിരാമി എഴുന്നേൽക്കുന്നതേ ഇല്ല. ആ സമയത്ത് അവർക്ക് സംശയം തോന്നുന്നു. അബി എഴുന്നേൽക്കുന്ന പറഞ്ഞിട്ട് അവളുടെ ഉടുപ്പിൽ പിടിച്ച് വലിക്കുകയാണ്. അവസാനം ഒരു വിധത്തിൽ നിർബന്ധിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ അവളാണെങ്കിൽ വാടിക്കുഴഞ്ഞ് താമരത്തണ്ട് പോലെ ഇങ്ങനെ ഇരിക്കുന്നു. എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എന്നിട്ട് അവളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലൂടെ പതിയെ ഓടിയെത്തുന്നുണ്ട്. അതായത് കേക്ക് കഴിച്ച കാര്യങ്ങൾ തന്നെയാണ്. പിന്നീട് വർഷയുടെ റൂമിലേക്ക് പോയതും അതിനുശേഷം എന്താ നടന്നതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൂട്ടുകാരികൾക്ക് അവളുടെ ആ ഒരു പെരുമാറ്റത്തിൽ യാതൊരുവിധ അസ്വാഭാവികതയും തോന്നുന്നുമില്ല. എന്നാൽ ഈ ഡോക്ടർ കാവേരിയെ മീറ്റ് ചെയ്യാണ്. എന്നിട്ട് അവർ മരുന്ന് കൊടുക്കുന്നുണ്ട്. എത്രയും വേഗം തന്നെ വർഷയുടെ ദേഹത്ത് ഇഞ്ചക്റ്റ് ചെയ്യണം. അവൾ പറയുന്നുണ്ട്, ഞാൻ ഏതിനും റെഡിയാണ്. പക്ഷേ ആ പിള്ളേരില്ലേ, ഫ്രണ്ട്സ്, അവരെപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും, അവരെങ്ങോട്ടും മാറില്ല. അത് ഓർത്തിട്ടാണ് എൻ്റെ ടെൻഷൻ. പിടിക്കപ്പെട്ടാൽ അതോടുകൂടെ എല്ലാം കഴിയും. അത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നീ ചെയ്യാനുള്ളതാണ്. അവരെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്ലാൻ എടുത്താലും കുഴപ്പമില്ല. നീ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് അവരെ മാറ്റി ഇന്ന് തന്നെ കാര്യം നടത്തണം. ശരി, നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും, ഞാൻ ഏറ്റവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അതേസമയം അഞ്ജു ആണെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുമുണ്ട്. പതിവ് പോലെ ആരതി വരുന്നു. അവളുടെ കയ്യിൽ 3 ബിഗ് ഷോപ്പറുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതേ ഈ സാധനം ഡെലിവറി ചെയ്യണം. അത് കേട്ട് അഞ്ജുവിന് കുറച്ച് ദേഷ്യമാവുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, പറ്റില്ല, കാരണം ഞാൻ ജോലിക്ക് കയറിയിട്ട് അധികം ദിവസമായില്ല. മാനേജർ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഞാനിപ്പോൾ ജോലിക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വേറെയും ഡെലിവറി ഉണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ ഉറപ്പായിട്ടും എന്നെ എത്രയും വേഗം തന്നെ അവിടെ നിന്ന് പുറത്താക്കും. ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. അത് കേട്ടിട്ട് ശരത്ത് പറയാണ്, അത് ഓർത്ത് അഞ്ച് പേടിക്കേണ്ട, കാരണം എൻ്റെ ഫ്രണ്ട് തന്നെയാണ് മാനേജർ. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് അഞ്ജുവിന് ആ ജോലി കിട്ടിയത്. അതുകൊണ്ട് എന്നെ ഒരിക്കലും അവിടെ നിന്ന് പറഞ്ഞയക്കില്ല. എന്തായാലും താൻ ഡെലിവറിക്ക് പോവല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഈ 3 എണ്ണം കൂടെ ഡെലിവറി ചെയ്യുക. തനിക്കായിട്ട് വേറെ കുഴപ്പമൊന്നും വരില്ല. ഇത് കേട്ടിട്ട് അവൾക്കാണെങ്കിൽ യാതൊരുവിധ സമാധാനവും ഇല്ല. എന്നാലും അവർ പിണക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് മേടിക്കുന്നത്. എന്നിട്ടാണെങ്കിൽ അവൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അതേസമയം വിവേകാണെങ്കിൽ പോലീസുകാർ ഫ്രണ്ടിനെ കാണുന്നുണ്ട്. വർഷയുടെ കാര്യം എന്തായെന്നൊക്കെ അവർ ഇങ്ങനെ ചോദിക്കുകയാണ്. വിവേക് പറയാണ്, വർഷയുടെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചെറിയൊരു മാറ്റമുണ്ട്. ആളിപ്പോഴുള്ളത് ശരത്തിൻ്റെ വീട്ടിലാണ്. അത് കേട്ട് പോലീസുകാർക്ക് സംശയമാവുന്നു.
ശരത്തിൻ്റെ വീട്ടിലോ? അതെന്താ അങ്ങനെ? അതിപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിവേക് പറയുന്നു. അല്ല, എനിക്കൊരു സംശയം, ഈ ഒരു ആക്സിഡൻറ്റ് എങ്ങനെയാണ് നടന്നത്? നോർമലാണോ അതോ ഇങ്ങോട്ടൊന്ന് ഇടിക്കുകയായിരുന്നോ? പെട്ടെന്ന് വിവേക് ആലോചിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊന്നും ശരത്തിൻ്റെ കുറ്റമല്ല. അതായത് വിവാഹത്തിൻ്റെ ആ ഒരു ദിവസം ഒരുപാട് ഇമോഷണലായിട്ട് വർഷ അവിടെ നിന്ന് ഓടിയതാണ്. ആ സമയത്താണ് ശരത്തിൻ്റെ വണ്ടി ഇടിക്കുന്നത്. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുമുണ്ട്. ആ സമയത്ത് ശരത്തിനെ കുറിച്ചൊന്നും യാതൊരുവിധ സംശയമില്ലാന്ന് വിവേക് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സംശയമുണ്ട് താനും. വിവേക് പോകുന്ന സമയത്ത് കൂട്ടുകാരി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലൂടെ ഓടിയെത്തുന്നു. അതായത് ശരത്തിന് സംശയമുണ്ടോ? ആ സമയത്ത് അവനാണെങ്കിൽ ആക്സിഡൻറ്റിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ മനസ്സിലിട്ട് റിവൈൻഡ് ചെയ്യാണ്. അതായത് അന്ന് വർഷ ഓടാനുണ്ടായ സാഹചര്യവും പെട്ടെന്ന് തന്നെ വിവേക് ബാക്കിയുള്ളവരും ബാക്കിൽ നിന്ന് വരുന്ന സമയത്ത് വർഷ പക്ഷേ കാറിൻ്റെ ഫ്രണ്ടിൽ വീട് കഴിഞ്ഞു. ആ സമയത്ത് ഇടിയും കിട്ടിക്കഴിഞ്ഞു. പിന്നെ ശരത്ത് തന്നെയാണ് എല്ലാറ്റിനും ഹെൽപ്പ് ചെയ്തത്. അതൊക്കെ ഇങ്ങനെ വിവേക് ഓർത്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഒരു അസ്വാഭാവികതയൊന്നും വിവേകിന് തോന്നുന്നില്ല. പക്ഷെ ഒരു ചെറിയൊരു സംശയം ഇപ്പോൾ അയാൾക്കുണ്ട് താനും. അയാൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. പിന്നീട് ഈ കാവേരി ആ വീട്ടിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ആരതിയോടും ശരത്തിനോടും വർഷയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെ ആയാൽ അവൾ എത്രയും വേഗം തന്നെ എഴുന്നേറ്റ് നടക്കും, കാര്യങ്ങളെല്ലാം പുറത്ത് പറയുകയും ചെയ്യും. അതിനു മുൻപ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. കാവേരി പറയുന്നുണ്ട്, ഞാൻ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത്, പക്ഷേ എങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യും? മുകളിലാണെങ്കിൽ പിള്ളേർ എപ്പോഴും ഉണ്ട്. അത് സാരമില്ല, എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആരതി ശരത്തിനെ വിളിക്കുകയാണേ. ശരത്ത് പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, എല്ലാവരെയും കണ്ടാൽ അവർക്ക് സംശയമാവും, നിങ്ങൾ തന്നെ ഡീൽ ചെയ്യ്. അങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് അബിയോടായി ആരതി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കുറച്ച് കാശാണെങ്കിൽ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ പണം ഒന്ന് എടുത്തുകൊണ്ട് വരാമോ? അത് കേട്ട് അവരാണ് പറയുന്നുണ്ട്, ഓക്കെ ചേച്ചി ഷുവർ, ഞാൻ പോകാം. അത് കഴിഞ്ഞിട്ട് ആരതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ശിവയും ഇവിടെ നിൽക്കണമെന്ന് നിർബന്ധമാണോ? അടുക്കളയിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം. അത് കേട്ട് അവൾ പറയുന്നുണ്ട്, സാരമില്ല, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം, ശിവയെ കൊണ്ടുപോയിക്കോളൂ എന്ന്. അങ്ങനെ രണ്ട് കൂട്ടുകാരികളെയും അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. അതേസമയം അവരൊക്കെ പോകുന്ന സമയത്ത് ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് കാവേരി എല്ലാം എടുത്തു കഴിഞ്ഞു. എന്നിട്ട് വർഷയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, നിനക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല, ലോകത്തുള്ള ആർക്കും തന്നെ നിന്നെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പോകുന്നത്. വർഷ ഇപ്പോൾ നോക്കിക്കോ പ്രതികരിക്കും. ആ വിശേഷമൊക്കെ ഇനി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോയിലുള്ളത് മുരൾ മീനാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പേര്, ട്രിവാൻഡ്രത്തെ ആ ഒരു പേര് ഇങ്ങനെയാണ്. ഈ മീനെന്ന് പറഞ്ഞാൽ ഭയങ്കര മുള്ളാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇത് ഒരു ചാളയുടെ എല്ലാം വേർഷനാണെന്ന് കരുതിയിട്ട് മേടിച്ചതാണ്. ഇവിടെ കൊണ്ടുവന്ന സമയത്താണ് ഇത് നിറയെ മുള്ളാണെന്ന് മനസ്സിലായത്. കുട്ടികൾക്കാണെങ്കിൽ മുള്ളുള്ള മീനൊന്നും കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അത്ര അങ്ങോട്ട് താല്പര്യമില്ല. പക്ഷേ ഇത് ഫ്രൈ ചെയ്ത സമയത്ത് ഇതാണെങ്കിൽ അങ്ങനെ അധികം ഫ്രൈ ആവില്ല. അതുമാത്രമല്ല, നമുക്ക് മുള്ളു മാത്രമായിരിക്കും അവസാനം കിട്ടുന്നത്. ദേഷ്യം വരും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് എൻ്റെ അനുഭവം. കണ്ടില്ലേ, ഞാൻ ഫ്രൈ ചെയ്തിട്ട് അവസാനം എടുക്കാൻ നേരത്ത് മുള്ളു സെപ്പറേറ്റ്, അതിൻ്റെ മീൻ സെപ്പറേറ്റ്, അങ്ങനെയാണ് ഇളകി വരുന്നത്. എന്തായാലും ബാക്കി വിശേഷമായി നമുക്ക് കാണാം. ബൈ.